സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു ധ്യാന സാധകൻ ധ്യാനഗുരുവിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഒരു സാധകൻ ഗുരുവിനെ കണ്ടെത്തുന്നത്? ധ്യാനഗുരു തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, സാധകൻ ഗുരുവിനെ കണ്ടെത്തുകയാണോ? അപ്പം സാധകനൊരു സംശയം വന്നില്ല. സാധകൻ പറയാണ്, തീർച്ചയായും സാധകനാണല്ലോ ഗുരുവിനെ കണ്ടെത്തുന്നത്. അവൻ്റെ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവന് തോന്നുന്നതല്ലേ ഇതാണ് എൻ്റെ ഗുരു എന്നുള്ളത്. അങ്ങനെയല്ലേ അവൻ അത് കണ്ടെത്തുന്നതെന്ന് ചോദിക്കും. അപ്പം ധ്യാനഗുരു ഒന്ന് പുഞ്ചിരിച്ചിട്ട് തിരിച്ചു ചോദിക്കുകയാണ്, കടലുള്ളത് കൊണ്ടല്ല പുഴ കടലിനെ ലക്ഷ്യമാക്കി ഒഴുകുന്നത്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കാണ്. കടലിലേക്ക് എത്തിപ്പെടാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ഒഴുക്കാണ്, അല്ല അതിനെ തേടി ഒഴുകുന്നതല്ല എന്ന് ഗുരു പറയുകയാണ്. അപ്പോഴാണ് ധ്യാനസാധകന് ശരിക്കും ആ ഉത്തരത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലായത്. അപ്പം ധ്യാനഗുരുവിനോട് സാധകൻ പറഞ്ഞു, ശരിയാണ് ഗുരു. സാധാരണ എല്ലാവരും പുഴയുടെ ഒഴുക്കിനെ പറ്റിയാണ് ശ്രദ്ധിക്കുന്നത്. പുഴ ഒഴുകാനുണ്ടായ കാരണം, അത് ആരാണ് ചെയ്തത്, ആ ഒഴുക്ക് ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചിന്തിച്ചിട്ടില്ല ആരും. അത് തന്നെയല്ലേ അജ്ഞാനം എന്നിങ്ങനെ ധ്യാന സാധകൻ ഗുരുവിനോട് പറയുകയാണ്. അപ്പം ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് ഇതിൻ്റെ ഉത്തരം മനസ്സിലായോ, ബോധ്യപ്പെട്ടോ? ധ്യാനസാധകൻ ഒന്നും മിണ്ടില്ല, പുഞ്ചിരിച്ചു കൊണ്ടേയിരുന്നു. സ്വാഭാവികത തന്നിൽ താനെ നിലനിൽക്കണം എന്നുള്ളതാണ് ഈ ധ്യാനകഥയുടെ അർത്ഥം. ഉത്തരവാദി ആരാണ് എന്നുള്ളതാണ് ഈ ധ്യാനകഥ ഉദ്ദേശിക്കുന്നത്. ധ്യാനകഥയുടെ ആ ടൈറ്റില് ഉത്തരവാദി. അപ്പം ഈ ഒരു ധ്യാനകഥ അവധൂജി നമ്മൾ ധ്യാന സാധകർക്കായിട്ട് രചിക്കുന്നത് ശരിക്കും ഗുരുവും സാധകനും തമ്മിലുള്ള ആ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ കഥകളിലൂടി അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ആത്മബന്ധം നമ്മളിൽ ഉറയ്ക്കും. അവധൂജി രചിച്ച ഈ ഒരു ധ്യാനകഥയിലൂടെ നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വാഴപ്പള്ളി കരുമാനൂർ പാറശാല, ഇവിടുത്തെ ബ്രഹ്മശ്രീ ശുഭാനന്ദ ധർമ്മ ദ്വാരകാശ്രമത്തിലാണ്. ഈ ഒരു ആശ്രമത്തിൽ നമ്മൾ എത്തിപ്പെടാനുള്ള പ്രധാന കാരണം, പല സത്സംഗവേദികളിലും പല ആശ്രമങ്ങളിലും വെച്ച് മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്ററിലെ സാധകർക്ക് ഇവിടുത്തെ മഹാത്മാവിനെ പരിചയപ്പെടാനും കൂടുതൽ അടുക്കാനും ഉള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശുഭാനന്ദ ആശ്രമത്തിലെ മഠാധിപതിയായിട്ടുള്ള സ്വാമി സത്യാനന്ദജിയാണ് ഇന്ന് നമ്മളോടൊപ്പം സത്സംഗത്തിനായിട്ട് ഉള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്കാരം. സ്വാമിജി, അങ്ങയുടെ ബാല്യത്തെക്കുറിച്ചും ഈ ഒരു ആധ്യാത്മിക മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. അതായത് നന്നേ ചെറുപ്രായത്തിൽ ഹിന്ദുമതാചാരപ്രകാരം വളരെ ആചാരം നടത്തിയിട്ടുണ്ടിരുന്ന കുടുംബമാണ് ഞാൻ. ഞങ്ങളുടെ കുടുംബത്തിൽ 7 സ്വാമിമാരുണ്ട്, 7ാമതാണ് ഞാൻ. ആദ്യകാലത്ത് പുന്നക്കാട്ട് കുടുംബത്തിൽ പുന്നക്കാട്ട് ആശാൻ ചരിത്രരേഖകളിൽ ഉൾപ്പെട്ട ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. രാജഭരണകാലത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൂപ്പൻ. അതിൻ്റെ പിന്മുറ ആചാരാനുഷ്ഠാനത്തിൽ ഈടുപെട്ടുകൊണ്ട് കുടുംബങ്ങളെല്ലാം ഭാഗമായി മാറുകയും അടിസ്ഥാന കുടുംബത്തിൽ ഞാൻ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പൂപ്പൻ്റെ പരദേവതകളെയൊക്കെ ആരാധിച്ചും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇടകാലങ്ങളിലൊക്കെ നമ്മളെ കുടുംബത്തിൽ ജന്മം കൊണ്ടതായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ എം സത്യനീശൻ.
എൻ്റെ ഇളയച്ചനാണ്. കമ്മ്യൂണിസ്റ്റ് ഈ ആചാര്യ പരമ്പരയിൽ ഇതിനെ ഉറപ്പിച്ച് നടത്തുവാൻ വേണ്ടി ഞങ്ങളൊക്കെ പിന്നെ ആ ഭാഗത്തോട്ട് നീങ്ങി, കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ പോയി. അപ്പം അതിലും വ്യക്തമായ ഒരു മനസ്സുഖം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള നിലയ്ക്ക് പിന്നെ വീണ്ടും പഴയ തറവാടിലേക്ക് തന്നെ മടങ്ങി, ആചാരത്തിലേക്ക് പോയി. 4 വേദങ്ങളിലും ഹിന്ദുമാർഗം വിട്ടിട്ട് ക്രിസ്ത്യൻ മാർഗത്തിൽ പോയി, ക്രിസ്ത്യൻ മാർഗം വിട്ടിട്ട് മുസ്ലിം മാർഗത്തിൽ. വീണ്ടും അവിടെ ഒന്നും നിൽക്കാൻ പറ്റാതെ പഴയ ആചാരത്തിൽ തന്നെ വന്ന ഒരു നാളിൽ വിഷ്ണുവിനെ ധ്യാനിച്ചു. ആ ധ്യാനം പരമ്പൊരുൾ കാണുകയും 3-ാം നാളിൽ ദർശനം ഉണ്ടാവുകയും ചെയ്തു. ശംഖ് ചക്ര ഗദപത്മധാരിയോടും ഗുരു ഇങ്ങനെ അഹതാരിൽ പ്രവേശിക്കുന്ന കാഴ്ച. പിറ്റന്നാൾ പലരും എന്നെ സമീപിക്കാൻ വന്നപ്പോൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. പണ്ടത്തെ കാര്യങ്ങളാണല്ലോ പറയുന്നത്. പിന്നെ ആൾക്കൂട്ടം തുടങ്ങി. പിന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ജനപ്രളയമാണ്. പിന്നെ ജനപ്രളയം. രാവിലെ 4:30 ഒന്നാമത്തെ പൂജ, 6:30 രണ്ടാമത്തത്, ഉച്ച 12, വൈകുന്നേരം 6:30, രാത്രി 9. ഇങ്ങനെയുള്ള കർമ്മങ്ങളിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരുന്നപ്പോൾ ധാരാളം അത്ഭുതകരമായ കാര്യങ്ങൾ നടത്തപ്പെട്ടു. ഇപ്പോൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സ്വന്തമായി വേദം രചിപ്പാനുള്ള ജ്ഞാനം വരുമ്പോൾ തന്നിട്ടുണ്ട്. അതിൻ്റെ പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്. ഇനി അത് വേദഗ്രന്ഥമാക്കി ഇറക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ മനുഷ്യരിങ്ങനെ ഭൂമിയിൽ കഷ്ടപ്പെട്ട് ദുഃഖപ്പെട്ട് കരഞ്ഞ് ജീവിക്കുന്ന ഈ ദുരിതത്തിൽ നിന്നും ഇവരെ കരകയറ്റുവാനുള്ള ആത്മീയ ഭൗതിക കാര്യങ്ങൾ ഇത് നമ്മൾ പകർന്നു കൊടുക്കുക. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, വീടില്ലാത്തവർക്ക് കഷ്ടപ്പെടുന്നവരുടെ സഹായം, വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാത്ത കുട്ടികളെ നമ്മൾ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നു, വിവാഹം ചെയ്തയക്കുന്നു. അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഈ ഗുരുനാമത്തിൽ ചെയ്തു കൊടുക്കും. ഇത് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ കണ്ട സന്നിധിയിലേക്ക് ആകർഷണം വന്നത്. അവിടുമായിട്ടാണ് ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ പ്രവർത്തനം നടത്തുന്നത്. ഇത് നാമത്തിൽ കൂടി നാശത്തെ തീർക്കുക. അതാണ് ഗുരുതത്വം. നാമം എത്ര കണ്ട് നമ്മൾ ഉച്ചരിക്കുന്നു, നമ്മിലുള്ള അഴുക്കുകളെല്ലാം മാറി പ്രകാശം കിട്ടും, ജ്ഞാനപ്രകാശം. പിന്നെ ആ ഗുരുരൂപത്തിൻ്റെ തെളിവ് അത് സ്വയം ഭൂവാകുന്നു അകത്ത്. പിന്നെ അതാർക്കും തേച്ചു മാറ്റി കളയാനൊന്നും സാധ്യമല്ല. അത് പറയുന്നതെല്ലാം സത്യമായിരിക്കും, കാര്യസാധ്യം ഉണ്ടാകും. ഒരു മനുഷ്യനെ പ്രകാശിപ്പിക്കുവാൻ 2 മിനിറ്റ് മതി. അത്രയേ ഉള്ളൂ. 2 മിനിറ്റ് മതി ഒരു ആളെ പ്രകാശിപ്പിക്കും. അതിൻ്റെ കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നീ നിന്നെ അറിയുക, നിന്നിൽ ഞാൻ തന്നെ നീ, വേറെ ഒന്നുമില്ല. അതാ ശബരിമലയിൽ നമ്മളെ ശാസ്താ തിരുമേനിയുടെ അടുത്തൊക്കെ എഴുതി വെച്ച് തത്വമസി. അപ്പോൾ നമ്മിൽ നമ്മുടെ ദൈവം, മായ കൊണ്ട് മൂടിയിരിക്കുന്നു മനുഷ്യർ, അഴുക്കിൽ കുഴഞ്ഞു കിടക്കുന്നു. ഈ അഴുക്കിനെ ഒഴിവാക്കി കൊടുക്കുകയാണ് നമ്മുടെ കടമ. അതായത് സ്വയം, അതായത് നാമ ഉദയമുണ്ടാവും. ഇത് സംസാരിച്ചിരിക്കുമ്പോൾ നാമ ഉദയം വന്നു. ആദിനാരായണൻ തത്വത്തിൻ കടലായി ഭൂമിയിൽ വാഴുന്ന കാഴ്ച കാണാം. തത്വം പാലിക്കുന്ന ഏതൊരു മർത്യനും തത്തക്കിളി പോലെ ആയി വാഴാം. തന്നുടെ തത്വത്തിൽ ആകൃഷ്ടരാകുമ്പോൾ അജ്ഞാനം താനെ ഒഴിഞ്ഞു പോകും. ജ്ഞാനത്തിൽ ശോഭിച്ചു സത്യവാനെ കണ്ടു കൈതൊഴുവാനും ഭാഗ്യമുണ്ടേ. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതെത്ര വരി ഉദയം ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഇത് എഴുതിയെടുക്കും ഇവിടുത്തെ ജനങ്ങൾ. എഴുതിയെടുത്ത് അവർ പഠിക്കുന്നുണ്ട്, നിലവിളക്ക് വെച്ച് ആചാരങ്ങൾ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. മനസ്സുഖം ധാരാളം കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുമുണ്ട്. കാര്യം പൂർണ്ണമായും അജ്ഞതയിൽ കിടക്കുന്നവർക്ക്
മറ്റുള്ള മോഹങ്ങളാണ്. അപ്പം നമുക്ക് ഏകമോഹം ദൈവത്തോട് മാത്രം, അതല്ലാതെ മറ്റൊന്നുമില്ല. ഇനി ശാന്തിക്ക് വേണ്ടി ഒരു രോഗം മാറുന്നത്, രോഗത്തെ എടുത്തു മാറ്റുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനൊന്നും അവർക്ക് പൈസ ചെലവില്ല. ഈ ഈ ശുഭാനന്ദ ആദർശത്തിൽ ധനച്ചെലവില്ലേ, ധനച്ചെലവ് ഇല്ലേ ഇല്ല. നാമത്തെ ഗുരുവായി സ്വീകരിക്കുന്നവർക്ക് ധനച്ചെലവില്ല. ആ നാമമാണല്ല. അപ്പോൾ തിരുനാമം, ആദിയിൽ അണുവായിരുന്ന കണ്ണ, അടുത്ത കീർത്തനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിന് അടയ്ക്കാലും നിൽക്കില്ല. ആദിയിൽ അണുവായിരുന്ന കണ്ണ, ആദി ശുഭാനന്ദ കൈതൊഴും നീ. അപ്പോൾ ആദിയിൽ അണുവായിരുന്ന കണ്ണൻ, ഈ കണ്ണനാണ് ഗുരുശിഷ്യ പരമ്പരകളിലെ ഏറ്റവും വലിയ രാജരാജൻ, വൈകുണ്ഠനാഥൻ. കൈലാസനാഥനെ ഇന്നലെ നേരിട്ട് കണ്ട് സംസാരിച്ചു. ഒരിടത്ത് വെച്ച് എന്നെ പ്രതീക്ഷിച്ച് പോയതല്ല, എന്നാലും എൻ്റെ പാദത്തിൽ വരാതെ പോയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വന്നുകൊള്ള അമ്പരമ്പുള്ളേ കേണു വീണ സാഷ്ടാംഗം പറഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചതവണം. കാര്യം അത്രയ്ക്ക് ദൈവബന്ധമുണ്ട്. ദേവിമാർ പ്രഗത്ഭർ. ഇപ്പോൾ ഇടയ്ക്ക് ഇവിടെ മധുരയിൽ നിന്ന് മീനാക്ഷിയമ്മ 3 ദിവസത്തെ വാസത്തിലൂടെ ഉണ്ടായിരുന്നു. 3 ദിവസം കൂടെ ഉണ്ടായിരുന്നു. പോകുന്ന സമയത്ത് വീണ്ടും ഞാൻ വരും പറഞ്ഞിട്ട്. അപ്പോൾ ഒരു മനുഷ്യനിലിരിക്കുന്ന സത്യാവസ്ഥയും ജ്ഞാനവും കടലേക്കാൾ വലുതാണ്. കടലേക്കാൾ വലുതാണ്. ഇത് ഏറ്റുവാങ്ങാൻ ഭൂമിയിൽ ഇന്ന് മനുഷ്യാത്മാക്കൾ നന്നേ കുറവാണ്. അത്രയും ഇത് ഏറ്റുവാങ്ങാൻ ആളില്ല. ഒരു ശരീരം മാറുമ്പോൾ മറു ശരീരത്തിന് പകർന്നു കൊടുത്ത് അടുത്ത ലോകർക്ക് ശാന്തി കൊടുക്കാൻ വേണ്ടി ഭാരം ഏറ്റെടുക്കുവാൻ സന്മനസ്സുണ്ടോ എന്ന് കേട്ടാൽ ഇല്ല. അവിടെയാണ് വീണു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളെ ഭൂലോകത്തെ ഏറ്റവും വലിയ ഐശ്വര്യമതമാകുന്ന ഈ ഹിന്ദുമതം പലരുടെയും വേദത്തിൽ കൂടി കടന്നത് നാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലം. കാര്യം നമ്മളിരിക്കുന്ന ശക്തിയെ നമ്മൾ പ്രകാശിപ്പിക്കുന്നതാണ് നമ്മളെ കടമ. ഒരു ശിഷ്യപരമ്പര വന്നാലും അവർക്കിത് പകർന്നു കൊടുക്കണം എന്നാണ് ചിന്ത. പക്ഷെ അവരത് ഏറ്റെടുക്കുന്നു എന്ന് കേട്ടാൽ ഇല്ല. എന്തുകൊണ്ട്? പൂർണ്ണമായും മായയ്ക്ക് അടിമയായി. വാർത്താമാധ്യമങ്ങൾ മറ്റുള്ള ഏതൊരു ഭാഗത്ത് പരിശോധിച്ചാലും കള്ളം, ചതിവ്, വഞ്ചന ഇതല്ലാതെ സത്യം കാണുന്നില്ല. വലിയ വലിയ ദൈവസന്നിധികളിലും സത്യമെന്നുള്ളത് നശിച്ചു വെക്കാമാണ്. ഇപ്പോൾ ഭൂലോക വൈകുണ്ഠം എന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുന്ന ഗുരുവായൂർ, ആ ഗുരുവായൂരപ്പൻ എല്ലാവരോടും സ്നേഹവാനാണ്. നേരിട്ട് കാണാം, നേരിട്ട് സംസാരിക്കാം, ഒക്കെ ചെയ്യും. പക്ഷേ അതിൻ്റേതായ കാര്യം പകർന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അവിടെ ആളില്ല. കാണിക്കകളൊക്കെ കൊടുക്കുന്നു നമ്മൾ, അതൊക്കെ അവർ കൂട്ടുന്നു, നല്ല കാര്യം, വികസനങ്ങൾ കാണാം. പക്ഷേ ഭഗവാനെക്കുറിച്ച് ശരിക്കും പഠിപ്പിച്ച് ബോധവൽക്കരിക്കുന്നില്ല. അതാണ്. ഇനി കേൾപ്പാൻ ഇഷ്ടവും വേണം. എനിക്കത് പഠിക്കണം, ഭഗവാന്റെ ഈ ചൈതന്യം എനിക്ക് കിട്ടണം എന്നൊരു ചിന്തയുള്ള മനുഷ്യരിപ്പോൾ കുറവാണ്. എന്നാൽ മനുഷ്യരെന്ന് പറയുന്നത് സ്വർണത്തേക്കാൾ വിലയുള്ളവരാണ്. സ്വർണത്തേക്കാൾ വിലയുള്ളവരാണ് മനുഷ്യർ. ഈ മനുഷ്യരിലാണല്ലോ തൻ്റെ വാസം. മറ്റൊരിടത്തും വാഴുന്നില്ല. അതാണ് എൻ്റെ പരമസത്യ അനുഭവം. ഇപ്പോൾ നമ്മളിപ്പോൾ ശില്പി കൊത്തുന്നു, ശില്പങ്ങൾ, അതുമായിട്ട് തനിക്കൊരു ബന്ധം വരുന്നില്ലെന്നാണ് നേരിട്ട് കാണുന്നവർക്ക് പറയാനുള്ളത്. പഞ്ചഭൂത മഹാശക്തികളാൽ നിർമ്മിതമായ ഈ മൺശരീരമാണ് തൻ്റെ ഏറ്റവും വലിയ വാഴ്ച. ഇതിനെ താൻ വാരി പുണരും. അതാണ് ഭക്തകുചേലനെയും പുണരും. ആ കടപ്പാട്, എന്നിൽ നിന്ന് നീ, നിന്നിൽ നിന്ന് ഞാൻ, ഇങ്ങനെ അവിടെ മറ്റൊരു വ്യത്യാസമില്ല. ജാതിയില്ല, മതമില്ല,
ഒന്നുമില്ല, വർഗമില്ല, ഒന്നുമില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. കാര്യം സ്നേഹമാണ് ദൈവം, ജ്ഞാനമാണ് ദൈവം, തത്വങ്ങളാണ് ദൈവം. ഇത് നമ്മൾ പഠിച്ച് ഈ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുക, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, ഈ കർത്തവ്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാമിജി, ഓ അങ്ങ് ധ്യാനത്തിൽ ഇരുന്നപ്പോൾ ശുഭാനന്ദ ഗുരുദേവനാണ് അങ്ങയിലൂടെ പ്രത്യക്ഷമായത്. അതെ അതെ. അപ്പം ശുഭാനന്ദ ഗുരുദേവനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. ആ അതായത് ജാതി കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. എൻ്റെ ആണ്ടും തീയതി എനിക്ക് അത്ര വ്യക്തമല്ല. ആ കാലഘട്ടത്ത് രാജഭരണം നമ്മുടെ തിരുവിതാംകൂർ. ഈ തിരുവിതാംകൂറിൽ വലിയ മഹത് വ്യക്തികൾ രൂപം കൊണ്ടിരുന്നു. ശ്രീനാരായണ തമ്പുരാൻ, നാരായണ ഗുരുദേവൻ, SNDP, ഒരു ജാതി ഒരു മതം ഒരു ദൈവം, മുത്തുക്കുട്ടി സ്വാമി, നിങ്ങൾ പോയ ഇടത്തെ അദ്ദേഹത്തിൻ്റെ നാടൻ പേരാണ് മുത്തുക്കുട്ടി. അയ്യ വൈകുണ്ഠപതി എന്നാണ് അദ്ദേഹത്തിൻ്റെ നാരായണൻ. പിന്നെ ചട്ടമ്പി സ്വാമികൾ, നമ്മളെ അയ്യങ്കാളി, അദ്ദേഹം, ഇങ്ങനെ പ്രഗത്ഭമായ മഹത് വ്യക്തികൾ അന്ന് രൂപം കൊണ്ടിരുന്നു, ജീവിച്ചിരുന്നു. എന്നാൽ ജാതി വ്യവസ്ഥയ്ക്ക് എതിരായി പോരാടി അതിനെ വിജയം കണ്ടെത്തുവാൻ അവരെ കൊണ്ടും ആകാതെ വന്നപ്പോഴാണ് കൊച്ചുനീലി ഇട്ടിയാതി എന്ന ദമ്പതികളിൽ കൂടി ഈ ഗുരുദേവൻ ജന്മമെടുക്കുന്നത്. അതിൻ്റെ മുൻ ചരിത്രം വളരെ അത്ഭുതമാണ്. ഈ ജന്മം ഭൂമിയിൽ വന്ന് അത് വളർന്നു പന്തലിച്ചു. അപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ഇതാണ് മനുഷ്യന് ഏറ്റവും വലിയ ആവശ്യമെന്ന് താൻ കണ്ടു. അപ്പോൾ നേരത്തെ നാരായണ തമ്പുരാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയുമാണ്. അത് പ്രാവർത്തികമാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ ഇവ ഇരുവരും ഒരിടത്ത് കൂടിയപ്പോൾ ശുഭാനന്ദ, ഞാൻ ഇങ്ങനെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഉണ്ടാക്കി, ഇതെങ്ങനെ മനുഷ്യരിൽ നമുക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ള ചോദ്യം വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതിനാണ് ആത്മബോധം. ആ ആത്മബോധമുണ്ടെങ്കിൽ ഇത് മനുഷ്യർ ഏറ്റെടുക്കും, അല്ലാതെ ഇത് നടക്കില്ല. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് പ്രവർത്തിക്കാം. അങ്ങനെ രണ്ടുപേരും ഒരു ജാതി ഒരു മതം രാജ്യത്ത് പ്രചരിപ്പിച്ചതാണ്. SNDPയിൽ നിന്നും ധനം കുറവ് വരുന്നെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കണം, ഇവിടെ നിന്ന് ധനം കുറവുണ്ടെങ്കിൽ അവിടെ നിന്ന് കൊടുക്കണമെന്നാണ് പണ്ട് ചാർത്ത് എഴുതി വെച്ചിരുന്നത് രണ്ട് ഗുരുക്കന്മാരും. അങ്ങനെ പ്രവർത്തനം രണ്ടുപേരും വ്യാപകമായി നടത്തി. അതിൽ പോരിന്മേൽ പോരും, വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും, വലിയ യുദ്ധസന്നാഹം പോലുള്ള പ്രശ്നങ്ങളുണ്ടായി. സമൂഹത്തിൽ അജ്ഞാനികളും ഈ പരമ്പരയുമായിട്ട്. അങ്ങനെ സർവേശ്വരൻ അവിടെ ഇവിടെയായിട്ട് ഈ മഠങ്ങളുണ്ടാക്കി. 10 പേര് കിട്ടിയാൽ അവിടെ ഒരു ഓലപ്പുര കിട്ടും. കെട്ടി അവരെ ബോധവൽക്കരിക്കും. ജാതി മതം ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, എല്ലാവരും ദൈവമക്കളാണ്, എല്ലാവരും ഒരു പാത്രത്തിൽ വേവിച്ച് ഒരു പാത്രത്തിൽ കഴിക്കുന്നത് ഇനി കണ്ടുകൊണ്ട് വേണം പോകാൻ. അങ്ങനെ അന്നത്തെ നല്ല മനുഷ്യരായ ആത്മാക്കൾക്ക് ശിഷ്യരായി കിട്ടി. പിന്നെ ഭഗവാന്റെ ഒളികാല പ്രവർത്തനം, ആ പ്രവർത്തനത്തിലൊക്കെ താൻ സഹിച്ച കഷ്ടം ഭയങ്കരമാണ്. ഒറ്റ തോർത്തെടുത്തുകൊണ്ടാണ് 3 വർഷക്കാലത്തോളം ഒരു മരമൂട്ടിൽ തപം ചെയ്തത് ഗുരുദേവൻ, ഈ നമ്മളെ ശുഭാനന്ദ ഗുരുദേവൻ. ആ തപത്തിൽ അഖിലാണ്ടം മുഴുവനും ഇളകി വന്നു എന്നാണ് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ തപത്തിൽ നിന്നും ഉണർന്നാണ് പിന്നെ തമിഴ്നാട്ടിൽ അമ്മയുടെ അടുത്ത് പോയത്, മീനാക്ഷി അമ്മയുടെ. അവിടെ പോയി അമ്മയുമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് മധുരയിൽ നിന്ന് നാഗൂരിൽ നിന്ന് പാറശാല, ഇങ്ങനെ തൻ്റെ ജന്മസ്ഥലമായ കുട്ടമ്പേരൂരിൽ എത്തിച്ചേർന്നു. കുട്ടമ്പേരൂരിൽ ഭഗവാൻ എത്തിയെന്ന് അറിഞ്ഞതുടനെ ആയിരക്കണക്കിന് ജനം കൂടി, എല്ലാവരും കോരിയെടുത്തു. അവിടെ നിന്നാണ് പ്രവർത്തനത്തിൻ്റെ തുടക്കം. ശുഭ ആനന്ദം
എല്ലാ മാനവരാശിക്കും ഇതാവശ്യമാണ്. ശുഭ ആനന്ദം. നിന്നിൽ നിന്റെ ദൈവത്തെ കാണുക. വേറെ നീ തേടി നശിക്കാതെ, സമയം കളയാതെ, പാഴാക്കാതെ നിന്നിൽ നീ നിന്റെ ദൈവത്തെ കണ്ടെത്തുക. അതാണ് തൻ്റെ തത്വം. അതായത് ആത്മബോധം സിദ്ധമായാൽ അപ്പോഴങ്ങു കണ്ണിൽ കാണാം ഗുരുവിൻ്റെ രൂപം സദാ സദാ നേരം. കണ്ണടച്ചു നോക്കിയിടുമ്പോൾ കാണാമേ തൻ്റെ രൂപം, അവതാരം പത്തുമായ ഏകരൂപം. അവതാരം പത്തുമായ ഏകരൂപം കാണാം. ഏവർക്കും ഈ ഭാഗ്യം അനുഭവിച്ചിടുവാനായി അനുഗ്രഹിച്ചിടുമല്ലോ ആദിനാഥൻ. ആദിനാഥൻ സ്വയംഭു ആയിട്ടു മനതാരിൽ ഇരിപ്പതു കാണുന്നവർ എത്ര പേര്? എത്ര പേര് കാണില്ല. കാര്യം തിരുമുമ്പിലെത്തിയിടുമ്പോൾ ഭൗതികമായ സുഖം കേട്ടുവാങ്ങാൻ മാത്രം തന്നെ മനുഷ്യജന്മം. തന്നെ കേൾക്കുവാനോ തന്നിലിരിപ്പതു പകർന്നെടുപ്പാനോ സമയമില്ല. ആർക്ക് സമയമില്ല? താൻ കൊടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന അമൃതായ ജ്ഞാനത്തെ ഏറ്റുവാങ്ങാൻ ആരുമില്ല. പകലന്തിയോളം പാടുപേടും മർത്യകൂലം പഴക്കി കളയുന്നു സമ്പത്തിനെ. പഴക്കി സ്വന്തം കുടുംബത്തിനോ ഈശ്വരനൊരു വിഹിതം കൊടുത്ത് എണ്ണയ്ക്കോ ഇതൊന്നിനും അവർക്ക് സമയമില്ല. അത് അത്രയും പാഴാക്കി കളയും. കാര്യം പാഴ്മരം പോലെ മർത്യ ആയി പോകരുതേ, ഫലമുള്ള മനുഷ്യനായി വളർന്നിടേണം. ഫലം നിന്നിൽ കായ്പിക്കാം, ഞാനങ്ങു കായ്പിച്ചിടാം. വന്നിടുമോ എൻ്റെ കൂടെ ജീവിക്കുവാൻ? വരുകില്ല, ഞാൻ വരുകില്ല, മായയാണ് എൻ്റെ ബന്ധം. വരുകില്ല വരുകില്ല, മായയാണ് എൻ്റെ ബന്ധം. സ്വന്തം ബന്ധം എല്ലാം എന്നിൽ മായ മാത്രം. ഇതിൽ നിന്ന് ഒഴിവായി വരുവാൻ വളരെ കഷ്ടമാണ്. മനസ്സോടെ വന്നാൽ സ്വീകരിക്കാം. എത്ര ലക്ഷം പേർ വന്നാലും ജ്ഞാനം പകരാനുണ്ട്. അതായത് താൻ കാണിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ അന്നൊരു ഓലക്കുടലിൽ ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാലം. ആ കാലത്തിൽ ഭഗവാനെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചിരുന്ന കാലമാണ്. ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഈ കാലത്തിൽ പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. തന്നെ തേടി വരുന്നവർക്കെല്ലാം ആത്മശാന്തി, രോഗശാന്തി, ഭൂതശാന്തി, പാപശാന്തി നൽകും. 4 ശാന്തി. ഒരു നാളിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പന്തമൊക്കെ പിടിച്ചുകൊണ്ട് കുറച്ച് കമലച്ചട്ടമ്പിമാർ വരുന്നുണ്ട്. ശിഷ്യഗണങ്ങളൊക്കെ ഭയന്നു, തീ വയ്ക്കാൻ വരുന്നത് പോലെ. പക്ഷെ അവർ വന്നത് ഒരു കാലഘട്ടത്തിന് മുമ്പേ ഒരു വലിയ കുടുംബത്തിൽ 6 ജന്മം കൊണ്ട കുട്ടികളും മരണപ്പെട്ടു പോയിരുന്നു. അപ്പോൾ 7ാമതൊരു കുട്ടി വേണം എന്ന് മാതാപിതാക്കൾ നിർബന്ധിച്ച് ഭഗവാനെ സന്ദർശിച്ചിരുന്ന ഒരു സമയം അന്നുണ്ടായിരുന്നു. ആ സമയം പരമ്പൊരുൾ കൽപ്പിച്ചു, 7ാമത് നിനക്കൊരു പെൺകുഞ്ഞ് ജനിക്കും, പോയി വാ. അങ്ങനെ 7ാമത് പെൺകുഞ്ഞ് ജനിച്ചു. ജനിച്ച കാര്യം ഭഗവാനെ ഉണർത്തി, മാതാപിതാക്കൾ വന്ന് ഉണർത്തി. പക്ഷേ 2.5 വയസ്സുള്ളപ്പോൾ അത് മരണപ്പെട്ടു വീണ്ടും. അപ്പോൾ 6 പോയി, 7ാമതും അതും. അപ്പോൾ മരണപ്പെട്ട് ആ ബോഡിയെ ശുദ്ധമാക്കി അതിനെ ദഹിപ്പിക്കുവാനുള്ള കാര്യങ്ങളിലേക്ക് ബന്ധുമിത്രാദികൾ, അലമുറയിട്ട് കരയുന്ന മറ്റുള്ള ബന്ധുമിത്രാദികൾ, മാതാവെല്ലാം ആ കൂട്ടത്തിൽ ഉള്ളപ്പോൾ ഒരു ആൾ പറഞ്ഞു, ഇങ്ങനെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു സ്വാമി
രാജ്യത്ത് വന്നിട്ടിത് പറഞ്ഞല്ലോ, 7ാമത് ജനിക്കും മരിക്കില്ല എന്ന്. ഇവനടുത്ത് പോയി 2 അടിയും കൊടുത്ത് ഇവനെ കൊണ്ടുവരണം. ജനങ്ങളെ മുമ്പിൽ ഇവനെ മോശമായി കാണിക്കണം എന്ന് പറഞ്ഞായി ചൂട്ടുവട്ടമൊക്കെ പിടിച്ചുകൊണ്ട് വന്നത്. ശിഷ്യഗണങ്ങൾ അത്ഭുതപ്പെട്ട് ഭയപ്പെട്ട് നിന്ന്, കുഞ്ഞെ ഭയപ്പെടേണ്ട, ഞാനുണ്ടല്ലോ. എല്ലാവരും ഞെട്ടി വിറച്ച് നിൽക്കേണ്ട. തീ വയ്ക്കും, അന്നത്തെ കുടിലുകളെയൊക്കെ തീ വയ്ക്കും. എന്താ തിരുമുമ്പിൽ വന്നപ്പോൾ എന്താ? അന്ന് പറഞ്ഞില്ലേ 7ാമതൊരു കുട്ടി ജനിക്കും മരിക്കില്ല? അതെ, മരിച്ചുപോയി. മരി ഇനി ഏതാനും സമയമുള്ള, അതുവരെ ഒന്ന് വന്നാൽ കൊള്ളാം. ഇത് വിളിച്ചുകൊണ്ട് പോയി അടിക്കാനാണ് ഇവരുടെ ഉദ്ദേശം. ശരി, നിങ്ങൾ വെക്കൂ, ഞാനിത് ശിഷ്യരോട് പറഞ്ഞു. അന്ന് കറണ്ടും വിളിച്ചൊന്നും ഇല്ലാത്ത കാലം, അരക്കലാമ്പ്, അതിനെ തൂക്കിക്കോ. എല്ലാവരും കൂടി വളരെ ദൂരം നടന്ന് മരണ വീട്ടിൽ പോയപ്പോൾ ധാരോളം ആൾക്കാർ നിപ്പുണ്ട്. ഇതാ വന്നിട്ടുണ്ട്, ഞാൻ ആദ്യം കൈയിടും, ബാക്കി തുടങ്ങിക്കോണം എന്നാ പറഞ്ഞത്. ബോഡിയെ അടുത്തു പോയി ഒന്ന് വലം വെച്ചു. അല്പ ചാണകപ്പാല് 4 ചുറ്റും ഒന്ന് തിളച്ച് ഉടനെ അവർ കൊണ്ട് തിളച്ചു. കുട്ടിയെ 2 കൈ കൊണ്ടും ഈ ബോഡിയെ കോരിയെടുത്തു, തലയ്ക്ക് മുകളിൽ കിടത്തിയിട്ട് പറഞ്ഞു, ഹേ ശക്തിയെ, എൻ്റെ മുഖം നോക്കി ജീവനെ കൊടുത്തേ. അപ്പോൾ തന്നെ കുട്ടി കരയാൻ തുടങ്ങി. ഇതിൻ്റെ മാതാവ് ഇഞ്ഞ് വരട്ടെ എന്ന് പറഞ്ഞു. തിരുമുമ്പിലെ മാതാവ് വന്നു, കയ്യിൽ കൊടുത്ത് നിറച്ച് പാല് കൊടുത്തേ, മുലപ്പാൽ കൊടുക്കാൻ കൊടുത്തു. കുട്ടി ഭയങ്കരമായി വിളിച്ച് കരഞ്ഞു പൊടിക്കുകയാണ്. അടിക്കാൻ വന്നവരെല്ലാം ശിഷ്യഗണങ്ങളായി. അവിടെ നിന്നും തന്നെ ചുവന്നാണ് താൻ ഇരുന്നിടത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അടുത്ത നമ്മളെ സഹോദര മതക്കാർ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച കാര്യമൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഇതും ഉയർത്തെഴുന്നേൽപ്പിച്ചില്ലേ? അപ്പോൾ ഇത് ആരാണ്? ജീവന്റെ ഉടമസ്ഥൻ. പല പേരിൽ അറിയുന്നു, അത്രയേ ഉള്ളൂ. ക്രിസ്തുവും കൃഷ്ണനും ബുദ്ധനും നബിയും ഒക്കെ ഒന്ന് തന്നെന്നാണ് ഗുരു പഠിപ്പിച്ചിരിക്കുന്നത്. തത്വങ്ങളെല്ലാം ഒന്ന് തന്നെ. അപ്പോൾ ആ കുട്ടിയെ 14 വയസ്സാകുമ്പോൾ, അടിക്കടി എന്നെ കൊണ്ടൊന്ന് കാണിക്കണം, 14 വയസ്സാകുമ്പോൾ എൻ്റെ മഠത്തിലൊരു സ്ഥാനം അവൾ ഏൽക്കേണ്ടി വരും എന്നൊക്കെ അപ്പോഴേ എല്ലാവരും സമ്മതിച്ചു. അതിനടിക്കടി കുട്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. കാണുമ്പോഴെല്ലാം മാതാപിതാക്കൾ തൊഴുത് കരയും. ഇവളെ ഒന്ന് വിവാഹം ചെയ്ത് അയക്കാനുള്ള ഒരു വാക്ക് അവിടെ നിന്ന് വന്നേ തീരുമെന്ന്. അതെന്ത് വാക്ക് വ്യത്യാസം വരാൻ പാടില്ല. സത്യമേ വജീതേ, സത്യമാണ്, നിർബന്ധം സഹിക്കാൻ വയ്യാതെ പറഞ്ഞു. കുഞ്ഞിനെ അയച്ചു. പക്ഷേ ഒരു കാര്യം, ഇതിനെ അയച്ചു കിട്ടുന്ന ഒരു കുട്ടിയിൽ ഒരു കുഞ്ഞിനെ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിലേക്ക് എടുക്കും എന്നാണ് വാക്ക്. അതാണ് സ്വാമിമാർ വന്ന മഠത്തിലെ അധിപതി കുട്ടമ്പേൻ അദ്ദേഹത്തെ ഇതിലേക്ക് കണ്ടുവച്ചിരുന്നു. ആ ശരീരവാഴ്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാൻ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഒരിടത്തിരിക്കുന്ന ആളല്ല. നാടിന് നാനാഭാഗത്തും സഞ്ചരിക്കുന്ന ആളാണ്. ഈ മഠത്തിൽ അധിപതിയെന്നോ അങ്ങനെ ഒന്നുമില്ല. രാവിലെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ പിന്നെ സന്യാസി ശ്രേഷ്ഠന്മാരെയൊക്കെ നാടിൻ്റെ നാനാഭാഗത്തും യാചിക്കാൻ പറഞ്ഞേക്കും. അങ്ങനെ യാചിച്ചൊക്കെ കൊണ്ടുവന്നാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ജീവിതം തുടർന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് വളർന്ന് പന്തലിച്ചു. വളർന്നെന്ന് പറഞ്ഞാൽ ഏകദേശം 300-ൽ പരം ആശ്രമങ്ങൾ ഇപ്പോൾ സ്ഥാപിച്ചു. വിദേശം മുതൽ നമ്മൾ കേരളം, തമിഴ്നാട് ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കമെന്ന് പറയപ്പെടുമ്പോൾ പെട്ടെന്ന് ഈശ്വരനെ കണ്ടെത്താനുള്ള ഒരു മഹാമാർഗമാണ്.
പണ്ട് കാലങ്ങളിൽ എത്രയോ ദൈവമക്കൾ ഈ ഗുഹകളിലും മലകളിലും കാടുകളിലും 18-20 വർഷമൊക്കെ തപം ചെയ്തു. ഭഗവാനെ പിടിക്കാൻ സാധിച്ചവരുമുണ്ട്, സാധിക്കാത്തവരുമുണ്ട്, പരാജയപ്പെട്ടവരുമുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. തപം വേണ്ട, യാഗം വേണ്ട, ഒന്നും വേണ്ട. നീ നിന്നെ തത്വവും പാലിക്കുക, നാമത്തിൽ നിൽക്കുക. നിനക്ക് സ്വാമിജി, ഓ ശുഭാനന്ദ ഗുരുദേവൻ വിഭാവന ചെയ്തത് ഒരു സാഹോദര്യത്തിൻ്റെയും ഒരു സ്നേഹത്തിൻ്റെ ഒരു ലോകമാണ്. അതെ, അദ്ദേഹം കണ്ട ആ ഒരു കാഴ്ചപ്പാടിനെ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ട് ഉണ്ട്. എന്നെപ്പോലുള്ള ഒരുപാട് വ്യക്തികൾ ആദ്യകാലങ്ങളിൽ ദൈവമില്ലെന്ന് പറഞ്ഞവരാണ്. ഒരുപാട് വ്യക്തികളുണ്ട്. അതിലൊരു വ്യക്തിയാണ് ഞാൻ. ദൈവമില്ല. ഒരു നാളിൽ ശുഭാനന്ദ ആദർശത്തിലെ ഒരു ശാഖയാകുന്ന ഒരു ആശ്രമത്തിൽ പോയി. അവിടുത്തെ ഭക്തകുഞ്ഞുങ്ങളുടെ ഗീതം കേട്ടാണ് ഞാനിതിൽ ആകൃഷ്ടനായത്. എന്നിട്ട് അതിൽ ആ വേദപുസ്തകം വാങ്ങി ഞാൻ അങ്ങോട്ട് പാടിയപ്പോൾ എല്ലാവരും കൈയടിച്ചു. ഇതിൻ്റെ ABCD എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ആദർശത്തിൽ കാൽ വെച്ചിട്ടില്ല ആ സമയം. എല്ലാവരും കൈയടിച്ചു. അപ്പോൾ ആ ഗീതം അനുഗ്രഹത്തിൻ നിറകുടമേ, ആ ഒരു ഗീതമാണ്. പറയാമല്ലോ. അത് പാടി രണ്ടാമത് വേറൊരു ഗീതം അവിടുത്തെ ഭക്തകുഞ്ഞെടുത്ത് തന്നു. ഇത് പാടാം. എവിടേക്ക് പോകുന്നു വഞ്ചികളെ, നിങ്ങൾ വഞ്ചനയിൽപ്പെട്ട് അലഞ്ഞിടല്ലേ. അതെല്ലാം ഈ രണ്ടാം പരമ്പരയിൽ പാടിയിട്ടുള്ളതാണ്. ഈ ആനന്ദി ഗുരുദേവൻ ചെറുകോല ആശ്രമത്തിലെ നമ്മളെ ഏറ്റവും വലിയ ആശ്രമം അതാണ്. ആ കീർത്തനം പാടിയപ്പോൾ പിന്നെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ദേഹത്ത് ഭയങ്കരമായ ഒരു മാറ്റം. 1 മണിക്കൂറോളം അങ്ങനെ മിണ്ടാതിരുന്നു. അപ്പോൾ അവിടുത്തെ സ്വാമികൾ പറഞ്ഞു, ദൈവത്തെ തേടുന്നുണ്ടല്ലേ എന്ന് കേട്ടു. ആ, ഇടയ്ക്കിടെ തേടുന്നുണ്ട്, വരാൻ സമയമായി എന്നും പറഞ്ഞു. അവിടെ നിന്നാണ് 3-ാം ദിവസം ഈ ദർശനം വന്നു. ആ ശംഖ് ഒരു ചെറിയ സ്വർണ്ണപ്പെട്ടിക്കകത്തടച്ച് കൊണ്ടുവന്നിട്ടിങ്ങനെ അടപ്പുളക്കിയതും ഭയങ്കരമായ തേജസ്സോടുള്ള ഉളി, ഇതാ വെച്ചോ, നിനക്ക് തന്നിരിക്കും, പ്രചരണം തുടങ്ങിക്കൊള്ളുക. ഇതാണ് ഈ ജ്ഞാനോദയം. ഇവിടെ ആ വേദപുസ്തകങ്ങളുടെ അതായത് നമ്മളിപ്പോൾ ഇതായിരിക്കുന്നു. ഇതിൻ്റെ ആത്മാക്കൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇതങ്ങ് ആത്മാവിൻ്റെ മുൻവാതിലങ്ങ് തുറക്കും. പിന്നെ വരുന്നതെല്ലാം അതിഭയങ്കരമായ വേദമാണ്. ഇത് എഴുതിയെടുത്തുകൊള്ളും ആത്മാക്കൾ. പിന്നെ നമുക്കറിയില്ല. ഇതിൻ്റെ കീർത്തനം പാടിക്കഴിഞ്ഞ് കുറച്ച് നേരം പിന്നെ ഇത് അറിയേ പറ്റില്ല. പിന്നെ ഇവർ പാടിത്തരണം. പിന്നെ ഒരിക്കൽ പാടുന്നതെല്ലാം അടുത്ത് പാടും. അത് പരിശോധിക്കുന്നവർക്കതറിയാം. ഇതിൻ്റെ അവതാരിക എഴുതി തന്ന ഒരാളുണ്ടായിരുന്നു. സിനിമാ ലോകത്തിലെ ഏറ്റവും വലിയ പ്രഗത്ഭനാണ് സാറ്. അദ്ദേഹം ഇതൊക്കെ പഠിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ വള്ളി പുള്ളി മാറ്റാനില്ല, ഇത് പ്രസ്സിൽ കൊടുത്തേരെ എന്നാ പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ എല്ലാവർക്കും ഇത് ലഭിക്കണമെന്നാണ് ഭഗവാന്റെ ആഗ്രഹം. ഇത് ആവശ്യപ്പെടുന്നവർ വേണ്ടേ? ഇത് വാങ്ങി കളയാനും പറ്റില്ല, സംഭരിച്ചു വയ്ക്കണം, അതിന് പെട്ടി വേണം. അതാണ് ആത്മാവ്. ആദ്യമായിട്ട് ആലപിച്ച ആ ഒരു കീർത്തനം ഒന്ന് പാടാം. ആദിയിലണുവായി ചുന്ന കണ്ണ ആദിശുഭാനന്ദ കൈതൊഴും നീൻ അണുവിൽ നിന്നങ്ങു ബോധമായി ബോധത്തിൽ നിന്നങ്ങു രൂപമായി രൂപത്തിൽ നിന്നങ്ങു സൃഷ്ടിയായി സൃഷ്ടിക്കുടയവൻ കണ്ണൻ തന്നെ. ഇതാണ് ഇവിടെ ആദ്യമായിട്ട് ഉദയം ചെയ്ത കീർത്തനം.
പീലിത്തിരുമൂടി കെട്ടിവച്ച ആദിശുഭാനന്ദ കണ്ണനുണ്ണി സാഗരം പോലുള്ള നെറ്റിത്തടം അമ്പിളിക്കേറു പോൽ പുരിഹങ്ങളും. അതാണ് ഈ രണ്ടടയാളം ഇട്ട് തന്നത്. അടയാളം കാണാമോ? ഇത് ഒരു തിരുവോണ നാളിൽ കത്തുനിന്നും പുറത്ത് ചാടിയതാണ്. ഒരു തിരുവോണ നാളിൽ, തിരുവോണം തലേദിവസം. ഇത് ഉത്രാടപ്പൂജ. ഉത്രാടപ്പൂജ ഇവിടെ ഭയങ്കരമാണ്. എല്ലാ ജനങ്ങളും ഇവിടെ എല്ലാം കൊണ്ടു വയ്ക്കും. അന്ന് പാടിയതാണ് ഈ കീർത്തനങ്ങൾ. ഇത് കേട്ടുകൊണ്ടുവന്നവർക്ക് ആർക്കും ഇതെന്തെന്ന് അറിഞ്ഞുകൂടാ പറ്റിയില്ല. അതിലൊരു BA പഠിച്ച കുട്ടിയുണ്ടായിരുന്നു. ആ ദൈവമകൾ എഴുതിയാണ് ഇത് ഇപ്പോൾ ഈ രൂപം ആക്കി വെച്ചിട്ടുണ്ട്. ധനത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇത് വേദപുസ്തകം ആക്കാതെ നമ്മൾ വച്ചിരിക്കുന്നത്. അതിപ്പം ആകും. ഒരാൾ അതിൻ്റെ ഡൊണേറ്റ് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു പ്രചരിപ്പിക്കണം. ഒരിടത്ത് വെച്ചുകൊണ്ടിരുന്നോ ഇത് പ്രചരിപ്പാൻ സന്മനസ്സുള്ള ത്യാഗികൾ നമുക്ക് വേണം. ത്യാഗം വേണം. എല്ലാം വേണം. ത്യാഗമല്ല എന്നാണ്. ഇവിടുത്തെ സർവ്വകാര്യവും ഞാൻ ഒറ്റയ്ക്ക് നടത്തുന്ന ആളാണ്. ഇതെല്ലാം ആണെങ്കിലും സർവകാര്യവും 5 പൂജ വരുന്നവരുടെ കാര്യങ്ങൾ ഉണർത്തിക്കൊടുക്കും, നാമം പാടിക്കൊടുക്കും, ചോറ് വയ്ക്കും, വിളമ്പിക്കൊടുക്കും, എല്ലാം ചെയ്യും. പശുവിനെ നോക്കും, പുല്ല് പറിക്കും. ഇതിലൊന്നിലും ഒരു മാറ്റി നിർത്തിയിട്ടേയില്ല. ഭഗവാൻ ദ്വാരകയിൽ ചെയ്തത് തന്നെ. അതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എല്ലാവരും. അതെ. പക്ഷെ അദ്ദേഹത്തിന്റെ സമാധി ആ ഒരു ആ അവസ്ഥയെ കുറിച്ച് അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. ഉണ്ടാവില്ല. അതിനെ കുറിച്ചൊന്ന് പറയാം. പറയാം. അതായത് ഭഗവാൻ ആദർശ പ്രവർത്തനമെല്ലാം പൂർത്തിയാക്കി ശിഷ്യന്മാരെയൊക്കെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കാർക്കും ഒന്നും ഞാൻ തന്നിട്ടില്ലല്ലോ, എന്തൊക്കെ വേണമെന്ന് കേട്ടുകൊള്ളുക. അങ്ങനെ ഓരോരുത്തരും ഭൗതികമായ കാര്യങ്ങളൊക്കെ കേട്ടവരേ ഉള്ളൂ. തന്നെ വേണമെന്നാരും കേട്ടിട്ടില്ല. അതിൽ മനം നൊന്തു. അതിൽ ഒരു ഭക്തൻ കേട്ടു, ആ കാശ് വെച്ച് പൂട്ടുന്ന ഈ പെട്ടി ഒന്ന് എനിക്ക് കിട്ടിയാൽ കൊള്ളാം, അത് ഉള്ളതുകൂടി ഇല്ലാതെ പോട്ടടാ കുഞ്ഞേ എന്ന് പറഞ്ഞു. അയാൾ വളരെ കാലം പിന്നെ കഷ്ടവും പ്രയാസവും പെട്ട് പിന്നെ ഈ തിരുവായിൽ നിന്നാണ് അതിനൊരു മോചനം വരുത്തി. പിന്നെ നല്ല നിലയിലായി, മരണപ്പെട്ടു പോയി. പക്ഷേ തന്നെ ആരും ആവശ്യപ്പെട്ടില്ല. കാര്യം തന്നെ ചുമന്ന് തൻ്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കുറച്ച് പാട്. അതുകൊണ്ടാണ് അവർ പിന്മാറുന്നത്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവതാരം 10 ഒത്തുവിളങ്ങിയിരിക്കുന്ന ഗുരുവിനെ നമുക്ക് ചുമക്കാൻ ത്യാഗം സഹിച്ചാലേ പറ്റൂ. ആ സമയത്താണ് ഞാൻ ഒരു ഭവനത്തിൽ നിന്നും മറുഭവനത്തിലേക്ക് മാറും. ഒരു ബസ്സിൽ കയറി ഇറങ്ങി അടുത്ത ബസ്സിലേക്ക് ഞാൻ കയറും എന്ന് 2 കാര്യങ്ങൾ മുന്നറിയിപ്പ് പറഞ്ഞിരുന്നു. ഇത് മരണമാണെന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനമുള്ള ശിഷ്യഗണങ്ങൾ ഇല്ലാതെ. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു, ഭഗവാനെ ഇപ്പോൾ ഈ വീട് വെച്ചു, ഞാൻ ആ വീട്ടിലിട്ട് മാറുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ദേഹം മാറുന്നു എന്നാരും വിചാരിച്ചില്ലായിരുന്നു. അപ്പോൾ ദേഹം മാറാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ട് വന്നത് നമ്മളെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലായിരുന്നു. കാര്യം ഒരു രോഗം നടിച്ചു വന്നതാണ്. രോഗമേ അങ്ങനെ ഇല്ല ശരീരത്തിന്. ശിഷ്യഗണങ്ങൾ മരിച്ചു കളയും. അങ്ങനെ ഒരു രീതിയിലാണ് ജനറൽ ആശുപത്രിയിൽ വന്നത്. തിരുവനന്തപുരത്ത് നമ്മളത്തെ ജനറൽ ആശുപത്രി. അവിടെ വന്ന് അന്നത്തെ ഡോക്ടറെ കണ്ടും ഞാൻ ഇന്നാരാണ്, ദേഹത്യാഗം ചെയ്യാൻ വന്നതാണ്, അതുകൊണ്ട് എനിക്കൊരു റൂം വേണം. അതിനെന്താ തരാം. അദ്ദേഹം റൂം ഒരുക്കി കൊടുത്തു. 5 ശിഷ്യന്മാരാണ് കൂടെ വന്നത്. ആ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് പുറത്തൊക്കെ പോയി വിശ്രമിച്ചിട്ട് വന്നേരെ. ഇപ്പോൾ ഡോക്ടർക്കറിയാം
അപ്പോൾ കട്ടിലിൻ്റെ പുറത്ത് കയറി അങ്ങനെ ഈ ഒറ്റ ഇരിപ്പിന് 10 മിനിറ്റ് മരണപ്പെട്ടു. ഡോക്ടർ വന്നു, കൈനാടി നോക്കിയപ്പോൾ ആള്. ശിഷ്യന്മാർ അടുത്തുണ്ടായിരുന്നു. വിളിച്ച് പറഞ്ഞു, ഇടയും അലമുറ ഇടുകയൊന്നും ചെയ്യരുത്, മറ്റേ കാര്യമൊക്കെ നടത്തി വിടാൻ പറ്റും. പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി, ഗവൺമെൻറ് നിയമം അതാണല്ലോ, രഹസ്യമായി. അങ്ങനെ ഇവർ കാറി കയറ്റി കൊണ്ടുപോയി. കാറി കയറ്റി 2-3 കിലോമീറ്റർ താണ്ടിയ ഉടനെ ലോഹം തെരികൊള്ളാത്ത മഴ, ഇടിമിന്നൽ, കാറ്റ്, പ്രകൃതി പുരുഷനല്ലയോ, പ്രകൃതി ഇളകി നൃത്തമാടയാണ്. കിളിമാനൂരൊക്കെ കഴിഞ്ഞ് പിന്നെ വണ്ടി മുമ്പോട്ട് പോകാൻ പറ്റാത്ത വെള്ളപ്പൊക്കം. പിന്നെ ഇവർ അവിടെ എവിടെയാ നിർത്തി ഇട റോഡുകളിലൊക്കെ താണ്ടി ഇങ്ങനെ കുട്ടമ്പീരൂർ കൊണ്ടുപോയി. നമ്മൾ ആ സന്നിധിയിൽ അവിടെയാണ് അവിടെ അടക്കം ചെയ്യാനാണ് തൻ്റെ താല്പര്യവും അറിയിപ്പും ഉണ്ടായിരുന്നത്, എഴുതി വച്ചിട്ടുണ്ട്. അവിടെ എത്തിച്ചു. പക്ഷേ അക്കരെ ബോഡിയെ കൊണ്ടുവയ്ക്കാൻ പറ്റാത്ത വെള്ളപ്പൊക്കം. ആ നദിയെല്ലാം നിറഞ്ഞ് 7 ദിവസക്കാലം ലേറ്റായി. പിന്നെ ഇതിൻ്റെ ആത്മോദ സംഘത്തിൽ അന്നത്തെ ആൾക്കാർ യോഗം കൂടിയിട്ട് കൊറ്റാർക്കാവിലേക്ക് കൊണ്ടുപോകാമെന്ന് അവിടെ സമാധി ഇരുത്തിയത് അവിടെയാണ്, കൊറ്റാർക്കാവ്. ഇതെല്ലാം നമ്മൾ ഒരു സംഘത്തിലുള്ള സന്നിധാനങ്ങളാണ്. ആ കൊറ്റാർക്കാവിലാണ് ഇപ്പോൾ അതിൻ്റേതായ ചടങ്ങുകൾ നടക്കുന്നത്. ഈ സമാധി, ആ ചലനം 2-3 പേർക്ക് ആ ദിവസത്തിൽ കൊടുക്കുന്നുണ്ട്. ഒന്നിവിടെ തരും. ഒരു മണിക്കൂറൊന്നും ഈ ലോകത്തിൽ നിന്നും മറ്റ് മറുലോകത്തേക്കുള്ള യാത്ര, അതൊക്കെ നമുക്കിവിടെ അനുഭവമാണ്. പിന്നെ ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ വന്നാലേ ബോഡി കഴിക്കും. ഇവിടെ തന്നിട്ടുണ്ട്. തമ്പീരിൽ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഈ സമാധിക്ക് മുമ്പേ ഞാൻ പോയതുപോലെ തിരിച്ചു വരും. അതാണ് എൻ്റെ സത്യം. യേശു പറഞ്ഞു വന്നിട്ടില്ല ഇതുവരെ. നബി തമ്പുരാൻ പറഞ്ഞു വന്നിട്ടില്ല. ശുഭാനന്ദ ഗുരുദേവൻ മാത്രമാണ് പോയതുപോലെ തിരിച്ചു വരുമെന്ന് പറഞ്ഞത്. നാരായണ തമ്പുരാനും വന്നിട്ടില്ല, പോയതുപോലെ തിരിച്ചു വന്നിട്ടില്ല ഇതുവരെ. 12ാം വർഷം തിരിച്ചു വന്നു. അതാണ് ഈ ആ കീർത്തനം, അനുഗ്രഹത്തിന് നിറകുടമേ. ഈ 2ാം മഹാശക്തി അന്ന് വീടുകൾ തോറും കൈനീട്ടാൻ നടന്ന ആളായിരുന്നു ആനന്ദജി ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ ഉത്തമ ശിഷ്യൻ അദ്ദേഹമാണ്. അതുപോലൊരു ശിഷ്യനെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു വീട്ടിൽ അങ്ങനെ പ്രാർത്ഥന 12 മണിക്ക് വിളക്ക് കത്തിച്ചു. ഒന്നും അറിഞ്ഞുകൂടാ ഈ ബാലൻ, അന്ന് ബാലപ്രായമാണ്. ഈ ബാലൻ്റെ വായിൽ നിന്നാണ് ഈ കീർത്തനം ഉദയമായത്. അപ്പോൾ ആ വീട്ടുകാർ എഴുതി വെച്ചിരുന്ന ഡേറ്റൊക്കെ നോക്കിയപ്പോൾ അന്ന് തിരിച്ചു വരുന്ന ദിവസമാണ്. അതാണ് എൻ്റെ പരമസത്യം. തിരിച്ചു വന്നിട്ട് ഈ ബാലനിൽ കൂടിയാണ് ലോകത്തെ അറിയപ്പെടുത്തിയതെല്ലാം. അതായത് ഓരോ കീർത്തനങ്ങളിലും വന്നിരിക്കുന്ന ജ്ഞാനം, അത് നമ്മൾ ചവച്ചരച്ച് കഴിക്കണം. അപ്പോൾ കടുകട്ടിയുള്ള അജ്ഞാനമെല്ലാം പച്ചവെള്ളം പോലെ. ഈ അവസ്ഥയിൽ ഈ പ്രസ്ഥാനം മുമ്പോട്ട് വയ്ക്കൊണ്ടേയിരിക്കുകയാണ്. മാറി മാറി ശരീരങ്ങളിൽ വാഴ്ച ചെയ്യും. അതാണ് താൻ മരിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ തെളിവ്. ആ ശബ്ദം ഇന്നും നിലനിൽപ്പുണ്ട്. ഈ ശബ്ദത്തെ ഇനി മാറ്റി മറിപ്പാൻ ലോകത്താരെ കൊണ്ടും സാധ്യവുമല്ല. കാര്യം ഈ മണ്ണിൽ ഞാൻ ഇത് തുടക്കമിട്ടത് തന്നെ ഒരു രാജകൊട്ടാരം വരുന്ന മണ്ണാണ്. ഇവിടെ ചെമ്പകരാമൻ തമ്പി, വേലിത്തമ്പി എന്ന് കേട്ടിട്ടുണ്ടോ? അതേപോലെ അനുജനാണ് ചെമ്പകരാമൻ തമ്പി, വീരശൂര പരാക്രമിയും. അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പുര സൂക്ഷിക്കുന്ന ആളുമായിരുന്നു ഇദ്ദേഹം. വലിയ കുതിരസവാരിക്കാരനാണ്. അന്ന് ഈ രാജ്യത്ത് താണ സമുദായക്കാർക്ക് ഇനി മറ്റും വരാൻ പറ്റില്ല. ഈ 962 സോഷ്യൽ സ്റ്റഡീസ് പുസ്തകത്തിലുണ്ട് ഈ മണ്ണ്. വാഴപ്പള്ളി ദളവയും ഭരണപരിഷ്കാരവും ആ പാഠത്തിൻ്റെ പേര്. ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഈ നാട്ടിലേക്ക്. 18 മഠം സ്ഥാപിച്ചു, ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുവന്നു, ഗേൾസ് സ്കൂൾ കൊണ്ടുവന്നു, ഗ്രാമം
നമ്പൂതിരിമാർക്ക് താമസിക്കാനുള്ള ഗ്രാമം, ഇതുപോലെ ഒരുപാട് വികസന പ്രവർത്തനമൊക്കെ ചെയ്ത ആളായിരുന്നു ഈ ചെമ്പകരാമൻ നമ്പി എന്ന ഇദ്ദേഹം. പക്ഷേ കാലഘട്ടത്തിൽ ഇവിടെ കൊട്ടാരമൊക്കെ അതപ്പതിച്ച് എൻ്റെ പിൻതലമുറ എല്ലാം പോയി. ഇനി ആരുമില്ല ഇതിൽ. ഒരേ ഒരു അമ്മ ഉണ്ടായിരുന്ന ഇടകാലത്ത് ഒരു 7 വർഷം വരെ അവർ പോയി. ഇനി ഇതിൽ ഒരു പിൻതലമുറയില്ല. ഈ മണ്ണിലാണ് ഇത് സ്ഥാപിക്കാനുള്ള കാര്യം. അന്ന് ഉച്ചനീചത്വത്തിൻ്റെ ആ ഒറ്റ പേരിലാണ് ഇവിടെ ഇത് സ്ഥാപിക്കാൻ കാര്യം. ഈ ഭഗവാൻ ജന്മം കൊണ്ടതും മാതാവിലെ വാഴപ്പള്ളി, ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സാള ഗ്രാമത്തിലെ വിഷ്ണു ക്ഷേത്രത്തിലാണ് ഇതിൻ്റെ തുടക്കം. ഇതും വാഴപ്പള്ളി, അതും രാജകൊട്ടാരത്തിൻ്റെ തലയ്ക്ക് ഇത് കൊണ്ടുവച്ചു. അതിൽ ഭയങ്കര കാര്യമുണ്ട്. പാറശാല ശ്രീ മഹാദേവർ ഈ പരമ്പുൾ ഏറ്റവും വലിയ തെങ്ങ് കേരളത്തിലെ ക്ഷേത്രമാണ്. 4 ചുറ്റമ്പലമുള്ള ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ പാറശാലയുള്ളൂ. അത് പണിതത് ഇദ്ദേഹമാണ്. ഈ ചെമ്പകരാമൻ നമ്പിയായിരുന്നു ഈ ക്ഷേത്രം പണിതത്. അങ്ങനെ വലിയ ബന്ധം ഈ മണ്ണുമായിട്ട് ആ ക്ഷേത്രത്തിനുണ്ട്. പക്ഷേ ഇവിടെ ആരും വരില്ല. ഒരു കമ്മിറ്റിക്കാർ വരികയോ ഒരു കാര്യം ആലോചിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ അങ്ങോട്ട് വിളിക്കുകയും ചെയ്യില്ല ഈ ജാതി. അപ്പോൾ ഇന്നും ഈ ജാതി സമൂഹത്തിൽ ഒരു അഴുക്കായി കുറേ ആൾക്കാരിലുണ്ട്, കുറേ ആൾക്കാരില്ല. വളരെ പരിശുദ്ധമായ ആൾക്കാരുമുണ്ട്, സംസാരിക്കുന്നവർക്കറിയാം. അപ്പോൾ ഈ മണ്ണ് അങ്ങനെയുള്ള ഒരു വലിയ ചരിത്രമുള്ള മണ്ണാണ്. സ്വാമിജി, ഓ ശുഭാനന്ദ ഗുരുദേവൻജിയുടെ ഉം. ഏറ്റവും അടുത്ത ശിഷ്യൻ ആ. ആനന്ദ്ജിയാണെന്ന് ആനന്ദ് സൂചിപ്പിച്ചല്ലോ. അതെ അതെ. അദ്ദേഹത്തെ കുറച്ചുകൂടെ കൂടുതലായിട്ട് അറിയാൻ താല്പര്യം. ആ ശരി. അതായത് ഭഗവാൻ ചെറുകോലാശ്രമത്തിൽ വാണരുന്ന കാലം, ആ ഫ്രണ്ട് റോഡിൽ കൂടി ഈ ഒരു മകനെയും കൊണ്ടുപോകുന്ന മാതാവിൻ്റെ ഗതികേടും കഷ്ടവും കണ്ടുകൊണ്ട് ഭഗവാൻ ഈ റോഡ് സൈഡിൽ കാറ്റ് കൊള്ളാനൊക്കെ ഇറങ്ങി നിൽക്കും. ഈ അമ്മയും മകനും കൂടിയുള്ള അടിയും പിടിയും കരച്ചിലും. ചെറുപ്രായമാണ് ബാലൻ. ഈ കഷ്ടപ്പാട് വളർത്താൻ നിവൃത്തിയില്ലാത്തൊരു രീതി. അപ്പോൾ ഭഗവാൻ, നീ എന്തിനാ അതിനെ അടിച്ചു കൊല്ലുതെഞ്ഞ് തന്നേരെ, ഞാൻ വളർത്തിക്കൊള്ളാം എന്നിങ്ങനെ പല പ്രാവശ്യവും കേട്ടിട്ടുണ്ട്. അപ്പോൾ മാതാവ് ഭഗവാനെ ഭയങ്കരമായി ശകാരി. ഇങ്ങനെ ഇത് ആയി ഒരു നാളിൽ ശരി തന്നുകൊള്ളാം, ഞങ്ങൾ കുറച്ച് പേര് അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ ബാലൻ്റെ വീട്ടിൽ പോയി ദത്തെടുത്തു. എൻ്റെ പിന്മുറ അവകാശി ഇവനാകും, ഇവനിൽ കൂടി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ലോകത്തെ അറിയിപ്പിക്കും എന്ന വാക്ക്. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം അവിടെ പോയി എടുത്താണ് കൊണ്ടുവന്ന് ചെറുകോലാശ്രമത്തിൻ്റെ 3 വലം വെച്ച് അകത്ത് കയറി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു. എൻ്റെ ദേഹവിയോഗത്തിനു ശേഷം ഇവനിൽ ഞാൻ വന്നു ചേരും. അങ്ങനെയാണ് അദ്ദേഹം, ഈ പരമ്പുള്ളി ഇദ്ദേഹത്തിൽ വരാൻ കാര്യം. അതാണ് ഈ അനുഗ്രഹത്തിന് നിറകുടമയ കീർത്തനം പാടിത്തരാം. അപ്പോൾ വസ്ത്രം വാങ്ങി ബാലൻ്റെ മാനം മറയ്ക്കാൻ നിവൃത്തിയില്ലാത്ത കാലമായിരുന്നു വലിയ തമ്പുരാന്, ഈ പരമ്പുള്ളിന്, ശുഭാനന്ദ രാജാതിരാജന്. അപ്പോൾ ആരെങ്കിലും ബാലനെ കാണാൻ വരുമ്പോൾ ബാലൻ ഈ കഥവിൻ്റെ ഇടയിൽ നിൽക്കും, മുമ്പോട്ട് വരില്ല. പിന്നെയാണ് ഞാൻ പോയി ഇതിനു ശേഷമാണ് എൻ്റെ ആദർശത്തിൻ്റെ മഹിമ ലോകത്തറിയാൻ പോകുന്നെന്ന് പറഞ്ഞു. അന്ന് പുളിചമ്മന്തിയും കാന്താരിയും ഒക്കെ ഇടിച്ച് ഒരു പിടിച്ചോ അരിയിട്ടാണ് വെള്ളം തിളപ്പിച്ച ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തു അന്നദാനം എന്ന് പറഞ്ഞത്. ഇന്ന് ഈ ആദർശത്തിൽ കൊണ്ട് കളയുന്ന ആഹാരത്തിന് കൈയും കണക്കുമില്ല ജനം. അതാണ് പോയിട്ട് വന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവും വളർച്ചയും. ഭക്തജനങ്ങളാൽ അധ്വാനിച്ചു കൊണ്ടുവരുന്നു, അത് വേവിക്കുന്നു, കൊടുക്കുന്നു. അതിൽ മിച്ചം വരുന്നത് ചിലർ കൊണ്ടുപോകുന്നുണ്ട്, ബാക്കി കളഞ്ഞിട്ട്. അപ്പോൾ ഒരു കാലത്ത് കഷ്ടപ്പെട്ട് ആഹാരത്തിന് കഷ്ടപ്പെട്ടതിൻ്റെ ഫലം
ശബ്ദത്തിൽ കൂടി പൂർത്തിയാക്കി. അതായത് ഈ സാധുവായ എന്നോട് ഭഗവാൻ ദർശനത്തിൽ പറഞ്ഞ് ഉണ്ടാൽ തീരാത്ത ചോറും ഉടുത്താൽ തീരാത്ത വസ്ത്രവും എണ്ണിയാൽ തീരാത്ത ധനവും 3 അവസ്ഥയായിരിക്കും പറഞ്ഞത്. അത് രണ്ടും പൂർത്തീകരിച്ചു, ഇനി ഒന്നുണ്ട് പൂർത്തീകരിക്കാൻ. ധനം വരും. അപ്പോൾ പ്രസ്ഥാനത്തിനും ഈ ആദർശത്തിനും ഒരു പോറലും ഏറ്റിട്ടില്ല. ഏൽപ്പിക്കാൻ വേണ്ടി പല ഭാഗത്തു നിന്നും പല രീതിയിലും വരും. അതപ്പോൾ തന്നെ കാറ്റിലലിഞ്ഞങ്ങും മാറും. അതാണ് തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ശക്തി, ഉരുക്കാണ്. അപ്പോൾ ഈ ബാലൻ അവിടെ വളരുകയും ഈ ബാലന് 13 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഭഗവാൻ ദേഹവിയോഗം ചെയ്യുന്നത്. പിന്നെ എല്ലാം ഈ ബാലനിൽ കൂടിയായിരുന്നു അവിടുത്തെ പ്രവർത്തനങ്ങളല്ല. പിന്നെ എന്തുകൊണ്ടും ഈ പ്രസ്ഥാനം ഒരു ഭയങ്കര രുചിയാണ്. ഇത് രുചി പിടിക്കണം, പിടിച്ചവരെ വെടിവെച്ചാൽ മാറില്ല. അങ്ങനെ ഈ ബാലൻ്റെ കയ്യിൽ ഭയങ്കര വളർച്ചയുണ്ടായി. സമ്പത്തെല്ലാം കുന്നുകൂടി. മരണപ്പെടുമ്പോൾ എത്രയോ കിലോ സ്വർണ്ണം ഉണ്ടായി. ഇതെല്ലാം നേർച്ചകൾ വരുന്നതാണ്. അങ്ങനെ നല്ലതുപോലെ വിവാഹിതനല്ല. ഇപ്പോൾ ഇരിക്കുന്നവർക്കെല്ലാം കുടുംബങ്ങളുള്ളവരാണ്. ഇപ്പോൾ പിന്നെ ചെറുവല്ലിരിക്കുന്ന ആളിന് കുടുംബമില്ല, വിവാഹം ചെയ്തിട്ടില്ല. നന്നായി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരു കുടുംബമാണ്, ഒരു പ്രസ്ഥാനമാണ്, ഒരു അച്ഛനാണ് നമുക്ക് ഒരു നന്നായി പോകുന്നുണ്ട്. കീർത്തനം പാടാം. അതായത് ഒരു ഉച്ച സമയത്ത് ഒരു കുടുംബത്തിൽ ഈ 2ാം മഹാശക്തി പ്രാർത്ഥനയ്ക്ക് എത്തിയ സമയം വലിയ തമ്പുരാൻ ദേവവിയോഗം നടത്തിയിട്ട് 12ാമത് വർഷം 12ാമത്തെ ദിവസം 12 മണിക്ക് തിരിച്ചെഴുന്നള്ളത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ഈ 2ാം ശക്തിയിൽ കൂടി ഉദയം ചെയ്ത കീർത്തനമാണ് ഇപ്പോൾ ഇവിടെ ആലപിക്കുന്നത്. പാടാമല്ലോ. അനുഗ്രഹത്തിൻ നിറകൂടമേ തിരുകൃപയാൽ എന്നിൽ ചൊരിയണമേ. അനുഗ്രഹത്തിൻ നിറകൂടമേ തിരുകൃപയാൽ എന്നിൽ ചൊരിയണമേ. അനുദീനം നിൻ അനുഗ്രഹത്തിൽ കരുതി എന്നെ വളർത്തേണമേ. കരുണയുള്ള ഗുരുവരനെ കരുണയാലെ എന്നെ കരുതിക്കൊള്ളുക. മധുരമുള്ള തിരുവചനം അകതളിരിൽ അരുളേണമേ. ദുരിത ദുഃഖം മറപ്പിക്കുന്നു രതിസുഖത്തിലെന്നെ വളർത്തേണമേ. അഖിലനാഥ പരമാത്മാവേ അകതളിരിൽ വസിക്കണമേ. അനുഗ്രഹത്തിൻ നിറകൂടമേ തിരുകൃപയാലെന്നിൽ ചൊരിയണമേ. ഇതായിരുന്നു 2ാം തമ്പുരാനിൽ കൂടി ആദ്യം ഉദയം ചെയ്ത കീർത്തനം. സ്വാമിജി, ശുഭാനന്ദ ഗുരുദേവന്റെ ആ ഒരു പ്രവർത്തനങ്ങള് ഗീതത്തിലൂടെയാണ് പകർന്നുകൊണ്ടേ വരുന്നത്. എന്തുകൊണ്ടാണ് ഗീതം ഇതിനൊരു മാധ്യമമായിട്ട് വരുന്നത്? അത് പറയാം. ഈ പഞ്ചഭൂതത്താൽ നിർമ്മിതമായ മൺശരീരത്തിൽ ബ്രഹ്മരൂപം രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആ ബ്രഹ്മരൂപത്തിൻ്റെ വേദമാണ്. ആ ബ്രഹ്മരൂപത്തിൻ്റെ വേദം താനേ ഒഴുകും. ആ താനേ ഒഴുകുന്നത്, അതായത് ദേഹമീരിക്കുന്ന മർത്യരെല്ലാം ദേഹമില്ലാത്ത ദിനം വന്നിടും. ദേഹം കൊടുപ്പതും ദേഹമെടുപ്പതും സാക്ഷാലി സദ്ഗുരുവായ കണ്ണൻ. കണ്ണനെ ഭജിച്ചു ജീവിക്കുന്ന ആത്മാവിൽ
താനേ ഊതിച്ചിടും വേദമെല്ലാം. താനേ ഉദിച്ചിടും, താനേ ഊതിക്കുന്ന വേദമാണേ നിഷ്കളങ്കമായ തത്വവേദം. ഈ വേദം പാടി പഠിപ്പവർക്ക് ജ്ഞാനസൂര്യനെ ഉദയമാക്കാം. ജ്ഞാനമോദിക്കുന്നോരാത്മാവിനെ ആനന്ദമല്ലാതെ ഒന്നുമില്ല. ആനന്ദ സമ്പാദ്യം ചെയ്യുവാനെല്ലാരും തത്വത്തിൽ തന്നെ മുഴുകിടണം. കൽപ്പന പാലിച്ചു തെറ്റാതെ നാം ജീവിതം നിത്യം നയിച്ചിടണം. കൽപ്പന കാര്യമായി സൂക്ഷിക്കണം, തെറ്റുകുറ്റങ്ങളും വന്നുകൂടാ. തെറ്റുകുറ്റങ്ങൾ വരുന്നവർക്ക് പ്രായച്ചിത്തം കെട്ടി മുന്നേറിയിടാം. പ്രായച്ചിത്തമുണ്ട് ഇതിന്. 21.25 രൂപ പിഴ കെട്ടണം. പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്, അത് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. അത് കെട്ടുന്നവർക്കേ ഇത് പിന്നെയും തുടർന്ന് പോകാൻ പറ്റൂ. കാര്യം, ഒരു നേരമെങ്കിലും ശ്രീ ശുഭാനന്ദൻ്റെ വേദം പാടിച്ചു വണങ്ങിടണം. കൽപ്പനാലംഘനം വന്നുകൂടാ, അതൊരു പ്രധാനമാണ്. വേറെ ഒന്നുമില്ല, കല്ലപ്പളക്കണ കൽപ്പനയൊന്നുമില്ല. അയ്യോ, വളരെ നിസ്സാരം. വെള്ളിയാഴ്ച മാത്രം ഒരു നേരത്തെ നെല്ലരി ആഹാരം, അരിയല്ലാത്ത ആഹാരം 2 നേരവും മിതമായി കഴിച്ച് കാപ്പി കഴിച്ചോളാം പറഞ്ഞിട്ട് പോയത് അങ്ങനെയാണ്. വെള്ളി, ശനി, ഞായർ ബ്രഹ്മചര്യ വ്രതം കുടുംബജീവിതം നയിക്കുന്നവർക്ക് വേണം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴമൊക്കെ കുടുംബജീവിതം നയിച്ചുകൊള്ളാം. ഇത്രയേ ഉള്ളൂ. വ്യാഴാഴ്ച കൊണ്ട് കൊടുത്തിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ഒന്ന് ശുദ്ധമാക്കി വെക്കണം. ഞാൻ വെള്ളിയാഴ്ച ഭവന സന്ദർശനത്തിന് വന്നേക്കും. അത്രയും. ഇത് പാലിക്കാൻ ആരെ കൊണ്ട് കഴിയില്ല. അതുകൂടി പാലിക്കാത്ത ജനമാണ് നമ്മളെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. അതായത്, തെറ്റുകുറ്റങ്ങളിൽ വീണു പോയ എത്രയോ കോടികൾ ലോകത്തുണ്ട്. കുറ്റവും തെറ്റിലും വീഴാതുള്ള ജീവിതം ചെയ്യുവാൻ കൽപ്പനയും. കൽപ്പന എപ്പോഴും കാത്തുകൊണ്ടാൽ തെല്ലും കുറ്റം വരില്ല. ഇത്രയും പാലിച്ചാൽ മതി. അതുകൊണ്ട് ഒരു മനുഷ്യനെ അവനിരിക്കുന്ന ദിവ്യമായ ശക്തിയെ നമുക്ക് പ്രകാശിപ്പിക്കുവാൻ 2 മിനിറ്റ് മതി. പറയണത് അനുസരിക്കണം. 2 മിനിറ്റ്. ഈ 7-14 ലോകം പ്രകാശിപ്പാൻ 2 മിനിറ്റ്. ശിരസ് മുതൽ പാദം വരെ. ശുഭാനന്ദ ഗുരുദേവൻ മുന്നോട്ട് വെച്ച മാർഗം ജ്ഞാനമാർഗമാണ്. ജ്ഞാനമാർഗം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അതായത്, അഴുക്കിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യ, നീ അഴകുള്ളവനാകണം. എൻ്റെ തത്വത്തിൽ കൂടി നിനക്കതാകാൻ വളരെ എളുപ്പമെന്ന് പറഞ്ഞു. ആ തത്വമാണ് തൻ്റെ കൽപ്പന. ഈ കൽപ്പനയ്ക്കുള്ളിൽ പരിശുദ്ധരാകാത്തവരാരുമില്ല. ഇത് തൻ്റെ കാര്യമെല്ലാം ജ്ഞാനമല്ലാതെ മറ്റൊന്നുമില്ല. അറിവ് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. നീ ആ വഴി പോകരുത്, ഈ വഴി വരണം. അങ്ങനെ കേട്ടനുസരിച്ച് വരുന്നവർക്കെല്ലാം തന്നെ പുണരാൻ ദർശനത്താൽ വന്നു ചേരും. പൊന്നിൻ തിരുവടി. ഈ തിരുവടിനാഥൻ ഉരച്ചിട്ടുള്ള കീർത്തനങ്ങൾ കേട്ടുകൊള്ളുക. ഇത് പുതിയതാണ്. അതായത്, പട്ടുധരിക്കേണ്ട, കൊട്ടും നീ കൊട്ടേണ്ട, പൂപ്പട ഒന്നും നീ വാരിടേണ്ട, നിന്നെ നീ നന്നായി അറിഞ്ഞാൽ മതി, നിന്നിൽ പ്രകാശിക്കും തീപ്പന്തങ്ങൾ. നിന്നിൽ പ്രകാശിക്കും തീപ്പന്തങ്ങൾ. അപ്പോൾ ആലോചിച്ച് നോക്കുക, താനിത് ഒരു മനുഷ്യൻ്റെ ശിരസ് മുതൽ പാദം വരെ പരിശോധിച്ച് കണ്ടറിഞ്ഞിട്ടാണ് ഇതിലെവിടെയൊക്കെ എന്തൊക്കെ കടത്തി കൊടുക്കണമെന്ന് താൻ നിശ്ചയം ചെയ്തു. അപ്പോൾ തന്നെ പോലെ ആകണം മറ്റുള്ളവരും. അതാണ് തൻ്റെ തത്വം. എനിക്ക് മാത്രം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. അത്ര ഭയങ്കര
ജ്ഞാനമാണ് തൻ്റെ ജ്ഞാനം. പിന്നെ പതിരുകുലത്തിൽ ജന്മം കൊണ്ടു, അത് ആണ് ഇന്നും കിടന്ന് ഇത് താഴോട്ട് കിടക്കുന്നത് ജാതി. എന്നാൽ പറയാൻ വേണ്ടി വന്ന പറയാനാണ് ആള്. ആണ് രാജകൊട്ടാരത്തിലും കയറി പറഞ്ഞു, കായംകുളം കൊട്ടാരത്തിൽ പറഞ്ഞു, തിരുവനന്തപുരം കൊട്ടാരത്തിലും പറഞ്ഞു, അനീതികളെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ആ ബഹുമാനപ്പെട്ട കേരളകൗമുദി സുകുമാരൻ ദൈവമഹനാണ് 3 ദിവസത്തേക്ക് കേരളകൗമുദി അങ്കണത്തിൽ കിടക്കാനൊക്കെ സൗകര്യം ഒരുക്കി കൊടുത്തത്. തിരുവനന്തപുരം കൊട്ടാരത്തിലെ രാജനെ കാണാൻ വന്നപ്പോൾ പണ്ട്. അതായത് പറഞ്ഞുതരാം. രാജഭരണത്തിൻ്റെ അവസാന കാലത്തിൽ ഞാൻ വന്നിരിക്കുകയാണ്, രാജഭരണത്തെ അവസാനിപ്പിക്കുവാൻ എന്ന് തിരുവനന്തപുരം കൊട്ടാരത്തിൽ പറഞ്ഞു. അന്നത്തെ മഹാരാജാവാരെന്ന് എനിക്ക് പേരറിഞ്ഞുകൂടാ. ചിത്രയുടെ കാലമാണെന്നാണ് തോന്നുന്നത്. രാജഭരണത്തിൻ്റെ അവസാനവും സ്വാതന്ത്ര്യത്തിലേക്കുള്ള കാൽവയ്പും എന്നാ പറഞ്ഞു. ഈ കൊട്ടാരത്തിലേക്ക് കുതിരപ്പട്ടാളത്തിനോട് നേരത്തെ ഓർഡർ കൊടുത്തിരുന്നു. മധ്യ കേരളത്തിൽ നിന്നും സ്വാമികളും സംഘവും വന്ന് കേരളകൗമുദി ഓഫീസിൽ ക്യാമ്പ് ചെയ്യുകയാണ്. തിരുമുഖത്തെ കാണാനുള്ള ദിവസത്തിന് വേണ്ടി കാത്തു കിടക്കുകയാണ്. ചാർട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്, ഇന്ന് കാണാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്ന്. ഇങ്ങനെ ഭഗവാനും 5 ശിഷ്യന്മാരും കൂടി കൊട്ടാരത്തിനകത്ത് പ്രവേശനം. പരവതാനിയൊക്കെ വിരിച്ചിരുന്നു. ഒന്നിലിരുന്നില്ല, നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയും. സമയമായി കുഞ്ഞേ, എനിക്ക് പോകേണ്ടടുത്ത് പോകണം. ഉടവാൾ പത്മനാഭൻ്റെ മുമ്പിൽ വെച്ചിട്ട് വാ. അങ്ങനെ ഉടവാൾ പത്മനാഭൻ്റെ മുമ്പിൽ വെച്ചിട്ട് വന്നിട്ടാണ് ശംഖമുദ്ര വാങ്ങി രാജഭരണം. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തെ വടക്ക് ഭാഗത്തുള്ള കാച്ചാണി എന്ന സ്ഥലത്ത് ഒരു ആശ്രമമുണ്ട് ഭഗവാന്. അതിൻ്റെ വടക്ക് മൂലയ്ക്കൊരു വലിയ ശംഖ് സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി. അപ്പോൾ ആ ശംഖുമുദ്രയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം. അങ്ങനെ രാജഭരണം അവസാനിച്ചു, ജനായത്ത ഭരണം. എന്നിട്ടാണ് ചെങ്ങന്നൂരിലേക്ക് തിരിച്ചു പോയത്. അപ്പോൾ കൗമുദി സുകുമാരന്മാർക്ക് വലിയ അടുപ്പമുള്ള ആളായിരുന്നു നമ്മളെ പരമ പത്രാധിപർ സുകുമാരൻ. ഭയങ്കര എഴുത്തുകാരനല്ലയോ അദ്ദേഹം. തൻ്റെ പേനേര അറ്റമെല്ലാം പടവാളാക്കിയ ആളായില്ലയോ കൗമുദി. ഇന്ന് ഞാൻ ഇവിടെ കൗമുദി എടുക്കും, വേറെ ഒരു പത്രം എടുക്കില്ല, കൗമുദിയെ വായിക്കും. പണ്ടേ ഒരു ശീലം അതാണ്. അങ്ങനെ ഭഗവാൻ പാടുപെട്ടു. ഈ പ്രസ്ഥാനം ലോകത്ത് വളരണം, ഇനി എത്രയോ വളർന്ന് പന്തലിക്കാനുണ്ട്. ജനങ്ങൾ ഇവരൊക്കെ വന്നിരിക്കുന്നുണ്ട്. സ്വാമിജി ആശ്രമത്തിൽ കയറി വരുമ്പോഴത്തേക്ക് അതെ ശുഭാനന്ദ ഗുരുദേവനും അതെ ആനന്ദ ഗുരുദേവന്റെയും ചിത്രത്തിന് അടുത്തായിട്ട് കണ്ണന്റെ അതെ പടവും കൂടെ ഫോട്ടോ കൂടെ വെച്ചിട്ട് അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ട്? ഉണ്ട്. കാര്യം, ഈ തെക്കൻ തിരുവിതാംകൂറിൽ തിരുവനന്തപുരം ജില്ലയുടെ ഈ തെക്കേയറ്റമാകുന്ന ഈ പാറശാല തമിഴ്നാട് ബോർഡർ, കന്യാകുമാരി തിരുവനന്തപുരം ഈ മണ്ണിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം അതിർത്തിയിൽ സ്ഥാപിക്കും എന്ന് മധുര മീനാക്ഷി അമ്മയെ കണ്ടിട്ട് ഇതിൽ നടന്നു പോയപ്പോൾ കൽപ്പിക്കപ്പെട്ട ഒരു വാക്കാണ് ഈ ആശ്രമം. അതിർത്തിയിൽ സ്ഥാപിക്കും. കേരള തമിഴ്, അതപ്പുറം തമിഴ്നാട്, ഇപ്പോൾ ഇത് കേരളം, നമ്മളിരിക്കുന്ന കേരളം, അതടങ്ങുന്ന തമിഴ്നാട്. ആ വാക്കാണ്. ഈ നാട്ടുകാർക്ക് ഈ ഗുരു ആരെന്നറിഞ്ഞുകൂടാ. ഇത് കണ്ണൻ എന്ന് ആർക്കും അറിഞ്ഞു, അല്ലെങ്കിൽ വിഷ്ണു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ചിത്രം സ്ഥാപിക്കുന്ന സമയത്ത് ഇതുകൂടി വയ്ക്കാൻ കൽപ്പനയും അങ്ങനെയാണ് ഇത് വച്ചിരിക്കുന്നത്. ഇത് ഈ പ്രസ്ഥാനത്തിലുള്ളവർ പലരും വന്ന് നോക്കിയിട്ട് പറയും, ഇതെന്തിനു വച്ചിരിക്കുന്നു, ആക്ഷേപിക്കും, എടുത്തു മാറ്റണമെന്നൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എടുത്തോണ്ട് പോയി എന്ന് പറയും. ആരും തൊട്ടില്ല, അത് ഇരിപ്പുണ്ട്. ഈ ഗുരു എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണല്ലോ, ഗുരുവായി നോക്കണ്ട. അതെല്ലാവർക്കും ഇറങ്ങും.
അതാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ വരുന്നവരെല്ലാം ആ കണ്ണൻ കണ്ണൻ ഇങ്ങനെ പറയും. ഓ പരിശുദ്ധമായവർക്ക് കണ്ണടച്ചാൽ ഉടനെ കാണാം ഇരിക്കുന്നത്, ഇതാരാണെന്ന് ഇവിടെ വാഴുന്നത്, ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കി. ജനങ്ങളും വേണം, എല്ലാവരും വേണം. സ്വാമിജി, ഗുരുദേവൻ തത്വത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാം ചെയ്തത്. എല്ലാം. ഇതില് വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയുണ്ടോ? ഇല്ല. വിഗ്രഹം ഈശ്വരനല്ല. വിഗ്രഹം ഈശ്വരനല്ല. നിങ്ങളും ഞാനും ഒക്കെ തന്നെ ഭഗവാന്റെ വിഗ്രഹം. അതാണ് ശില്പി ഒത്തുന്ന വിഗ്രഹത്തിൽ ഞാൻ വസിക്കില്ല സത്യം, നിന്നിൽ ഞാൻ വസിക്കും, നീ പഞ്ചഭൂത ദേഹമാകുന്നു. അതാണ് തൻ്റെ തത്വം. നിന്നിൽ ഞാൻ വസിക്കും, വിഗ്രഹത്തിൽ ഞാൻ വാഴുന്ന ആളല്ല. അതാണ് വിഗ്രഹം വയ്ക്കരുതെന്ന് വിലക്കിയിരിക്കുന്നത്. തൊട്ടുപോകരുത്, അതാണ് സത്യം. വിഗ്രഹാരാധന ഈ പ്രസ്ഥാനത്തിൽ നിക്ഷിപ്തമാണ്, വയ്ക്കില്ല. ചിത്രം വയ്ക്കണം എന്നും കൂടി അവസാന കാലത്തിൽ നിർബന്ധം പിടിച്ചപ്പോഴാണ് പറഞ്ഞത്, ആ പിന്നെ ഒന്ന് വച്ചോ, ഇത്രയും മതി, അല്ലാതെ അനുവദിക്കില്ല. കാര്യം നമ്മൾ നമ്മുടെ ദൈവത്തെ കാണണം. നാം തന്നെ ദൈവം, നമ്മിലാണ് ദൈവം. തേടിപ്പിടിക്കണം. ഓരോ അഴുക്ക് ഒഴിയുമ്പോൾ അത്രയും മൊത്തം പരിശുദ്ധരായ ജനം, പക്ഷെ അവർ ചെമ്പരത്തി പൂ പോലെയായി, റോസാപ്പൂവ് പോലെ, പിച്ചി പോലെ മണമുള്ളവരാകുന്നില്ല. അതാണ് വിഷമം. തുടക്കത്തില് നമ്മൾ ധ്യാനകഥ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഗുരുവിനെ തേടുകയല്ല ചെയ്യുന്നത്, ഗുരുവിലേക്ക് എത്തിപ്പെടുകയാണ്. ഒരു സ്വാഭാവികത നമ്മുടെ ഉള്ളിൽ വരികയാണ് ചെയ്യുന്നത്. അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് നോക്കണം. അവനവൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ, ഈശ്വരരൂപിയായിട്ടുള്ള ഗുരുവും ഈശ്വരനും ഒന്ന് തന്നെയാണെന്നുള്ള ബോധ്യം നമ്മളിൽ ഉറയ്ക്കുമ്പോൾ നമ്മളിൽ ആ സ്വാഭാവികത വരും. ആ ഒരു സ്വാഭാവികതയാണ് നമ്മൾ ഇത്രയും നേരവും സ്വാമിജിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്, അനുഭവിക്കാൻ സാധിച്ചത്. സ്വാമിജിയിലെ ആ സമർപ്പണവും തന്നിൽ തന്നെയാണ് തൻ്റെ ഗുരുവും ഈശ്വരനും വസിക്കുന്നതെന്നറിഞ്ഞപ്പോൾ ധ്യാനത്തിലൂടെ ഗുരു, ആ ഈശ്വരൻ ഉള്ളിൽ ബോധ്യപ്പെടുകയാണ് ചെയ്തത്, അനുഭവത്തിൽ വരികയാണ് ചെയ്തത്. അനുഭവത്തിൽ വന്ന് ഗുരുവിന് എന്താണോ തന്നിലൂടെ പ്രവർത്തിക്കേണ്ടത്, അതിനുവേണ്ടി ആ ശില്പിക്ക് എന്താണോ എന്നിലൂടെ ശില്പമാകേണ്ടത്, ആ ശില്പത്തിലൂടെ എന്താണോ പറയേണ്ടത്, അതിന് നിന്നുകൊടുത്തു എന്നുള്ളതാണ്. ആ സ്വാഭാവികതയിൽ നിലനിൽക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. സ്വാമിജി ശ്രമിച്ചതുകൊണ്ട് ഗുരുവിന് അദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കാനും സാധിക്കും. ഗുരു തന്നെയാണ് അദ്ദേഹം എന്നുള്ള ബോധ്യം സമൂഹത്തിലേക്ക് എത്തിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഗുരുവിൽ സമർപ്പിച്ചാൽ ഗുരു തന്നിലൂടെ പ്രവർത്തിക്കും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് സ്വാമിജി എന്ന് നമുക്ക് ഈ ഒരു സത്സംഗത്തിൽ നിന്നും ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു അവസരം നൽകിയതിന് സ്വാമിജിയുടെ തൃപ്പാദങ്ങളിൽ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. സ്വാമിജി, നമ്മൾ മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിലെ സാധകരോട് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? ജീവിതം എന്നത് ഒരാഴക്കടലാണ്. ഈ ആഴക്കടലിൽ നിന്നും നമുക്ക് കരയിലേക്ക് കയറണമെങ്കിൽ ഗുരുതത്വം പാലിക്കുന്നവർക്കേ സാധ്യം. ഗുരുകൽപ്പന പാലിച്ചുകൊണ്ട് ജീവിതത്തെ പരിശുദ്ധമാക്കുവാൻ വളരെ എളുപ്പമാണ്. ഗൃഹസ്ഥാശ്രമ ജീവിതമാണ് ദൈവത്തെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയൊരു മാർഗം. ബ്രഹ്മം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും അത് അത്ര കണ്ട് പൂർണ്ണ വിജയത്തിലേക്ക് ആകുന്നില്ല. അതാണ് പരമസത്യം. കാര്യം ഭൗതികത്തിൽ കൂടി ആത്മീയത കൂടി ഭൗതികത, ഈ രണ്ടും ഒത്തിണ ചേർന്നാൽ മാത്രമേ ജീവിതം ധന്യമാകൂ. ഈ ജീവിതത്തെ ധന്യമാക്കി തരുവാനാണ് ഗുരു. ഈ രണ്ടക്ഷരമാണ് ഈ ലോകം, ജീവൻ, സൃഷ്ടി, സർവചരാചരങ്ങളും ഈ ഗുരു എന്ന രണ്ടക്ഷരം. ഈ രണ്ടക്ഷരത്തെ അകത്ത് സ്ഥാപിക്കുന്നവർക്ക് തൻ്റെ രൂപം നന്നായി കാണാം. ഇവിടെ നിന്നും ആവശ്യമുള്ള ജ്ഞാനം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. സർവജ്ഞാനത്തിൻ്റെ അധിപതിയാകുന്ന വിഷ്ണുവാണ് ഈ രൂപം. അവതാരങ്ങളെല്ലാം എടുത്ത ഈ പരമാത്മാവ്
പരിശുദ്ധരിൽ നിത്യവാഴ്ച നടത്തുന്നു. അതാണ് രഹസ്യം. ഈ കടലേക്കാൾ പ്രശ്നമുള്ള ഈ ജീവിതത്തെ ഒരു പേനയുടെ തുമ്പിലെന്ന് പറഞ്ഞതുപോലെ എഴുതി നിർത്തുവാൻ സാധ്യമാണ്. പക്ഷെ അത് നിൽക്കുന്നതല്ല. ഇത് എഴുതിക്കൊണ്ടേയിരിക്കും, വായിച്ചുകൊണ്ടേയിരിക്കും, പഠിച്ചുകൊണ്ടേയിരിക്കും. ജനനങ്ങൾ മാറി മാറി ഇങ്ങനെ വന്നാലും ഇവർക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ജ്ഞാനമാകുന്ന പേന എഴുതിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മൾ നന്നായി അറിയണം, പഠിക്കണം, പ്രവർത്തിക്കണം, പ്രചരിപ്പിക്കണം. ഇതാണ് മനുഷ്യരുടെ ധർമ്മം. ഇതിനേക്കാൾ മറ്റൊന്നും ഭൂമിയിൽ മനുഷ്യ ജീവിതത്തിന് വേണ്ട, ഇല്ല. അതാണ് എൻ്റെ സ്റ്റെക്സ്. നമസ്കാരം. നിറപറയും നിറച്ചു വച്ചു, നിലവിളക്കും കൊളുത്തി വച്ചു, സ്തുതിക്കയാണേ ഗുരുപദത്തിൽ. സ്തുതികളൊന്നും മുടങ്ങിയിട്ടില്ല. നിറപറയും നിറച്ചു വച്ചു, നിലവിളക്കും കൊളുത്തി വച്ചു, സ്തുതിക്കയാണേ ഗുരുപദത്തിൽ. സ്തുതികളൊന്നും മുടങ്ങിയിട്ടില്ല. സ്തുതിച്ചിടുമ്പോൾ മനസ്സിനുള്ളിൽ പുതുമയാണോ, പുതുസുഖമിതാണോ. സ്തുതിച്ചിടുമ്പോൾ മനസ്സിനുള്ളിൽ പുതുമയാണോ, പുതുസുഖമിതാണോ. അറിഞ്ഞിടേണം മനം എന്നും അറിഞ്ഞിടേണം. ഈ പുതുസുഖത്തിൻ മനം എന്നും ഉണർന്നിടേണം. നിറപറയും നിറച്ചു വച്ചു, നിലവിളക്കും